അങ്ങനെ കാത്തിരുന്നതാ കോളേജ് ലൈഫും തീരാറായി. അപ്പോൾ വെൽക്കം ബാക്ക് ടു ദ ലാസ്റ്റ് ഡേ ഓഫ് കോളേജ്. ഇന്ന് എനിക്ക് കോളേജിൽ വൈവയാട്ടോ. അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെയാണ് നടക്കുന്നത്. 3 വർഷത്തെ നീണ്ട ഡിഗ്രി പഠനവും അത് കഴിഞ്ഞിട്ട് 2 വർഷത്തെ PG പഠനവും, അങ്ങനെ കോളേജ് ലൈഫ് അത്യാവശ്യം ഒരു 5 കൊല്ലത്തോളം ഞാൻ പഠിച്ചു കഴിഞ്ഞു. വെവ്വേറെ കോളേജുകളിലാണെങ്കിലും അതൊരു നീണ്ട കാലം തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. ഇനി എന്താ എന്ന് ചോദിച്ചാൽ എൻ്റെ മുന്നിൽ ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണെങ്കിലും എവിടെയോ ഒരു ചെറിയ ഹോപ്പൊക്കെ ഇല്ലാതില്ല. പക്ഷേ ഈ കഴിഞ്ഞ 2 വർഷത്തെ PG പഠനത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് ഇതൊക്കെ ആയിരിക്കും കേട്ടോ. കൂടെ ഇരുന്നുള്ള ഭക്ഷണം കഴിക്കലും, അതുപോലെ ക്ലാസ്സിൽ ഇരുന്നുള്ള വർത്താനം പറിച്ചിലും, പിന്നെ ക്യാൻറ്റീനിൽ പോയിട്ടുള്ള ഫുഡ് അടിയും. മിക്ക ദിവസവും ഹോസ്റ്റലിൽ കറണ്ട് ഉണ്ടാവാത്തത് കൊണ്ട് മിക്ക ദിവസത്തെയും ഫുഡ് ക്യാൻറ്റീനിൽ തന്നെയായിരിക്കും. ഹോസ്റ്റലിലുള്ള അവസാനത്തെ ഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അത്യാവശ്യം അവിടെ ഇരുന്ന് എൻജോയ് ചെയ്തു കേട്ടോ. നല്ല മഴയൊക്കെ ആസ്വദിച്ചിട്ട്. പിന്നെ ക്ലാസ്സിലുള്ള എല്ലാവരും ഒരുവിധം ഹോസ്റ്റലിൽ വന്നിട്ടാണ് ചില്ല് ചെയ്യാറ്. അപ്പം ഞങ്ങളെല്ലാവരും ഇതാ ഇവിടെ ഉണ്ട്. ഞങ്ങൾ അങ്ങനെ ചില്ലിങ്ങും വൈബിങ്ങും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ വെറുതെ ഇരിക്കുമ്പോൾ എന്തായാലും ഓരോ തോന്നലുകളാണല്ലോ. അങ്ങനെ തിരിച്ചു പോരുന്ന വഴിക്ക് ഞങ്ങൾ പാറപ്പള്ളി ബീച്ചിൽ പോയാലോ എന്നൊരു പ്ലാൻ. അങ്ങനെ നേരെ അവിടെ പോയി. എൻ്റെ ഹോസ്റ്റൽ ജീവിതത്തിൻ്റെയും കോളേജ് ജീവിതത്തിൻ്റെയും തുടക്കവും അവസാനവും ഏകദേശം ഇവിടെ വെച്ചിട്ടാട്ടോ. കാരണം തുടങ്ങിയ അന്നും ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇതപ്പോൾ അവസാനിക്കുന്നതും ഇവിടെ വെച്ചിട്ട് തന്നെ. അതിൻ്റെ പിക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ ഇവിടെ ചേർക്കാം. അങ്ങനെ തിരിച്ച് ഞാനും ഹനീനയും കൂടിയുള്ള ചെറിയ തമാശയും വ്ളോഗിങ്ങും ഒക്കെയാണ് കാണുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ്സിലിരുത്തത്തിൻ്റെ കൂടെ തന്നെ ഈ ട്രെയിൻ യാത്ര കേട്ടോ. ഹനീനയുടെ കൂടെയുള്ള ഈ ട്രെയിൻ യാത്രയും ഞാൻ ഒരുപാട് മിസ് ചെയ്യാൻ പോകുന്നു. പിന്നെ പരപ്പനങ്ങാടി എത്തി അവൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ശരിക്കും ഒരു വേദന തന്നെയായിരുന്നു കേട്ടോ. ഒരു കല്ല് നെഞ്ചിൽ കയറ്റി വെച്ച പോലത്തെ ഒരു ഫീലായിരുന്നു. അങ്ങനെ ആ ഒരു വേദനയൊക്കെ സഹിച്ച് ഞാൻ അങ്ങനെ ഇരുന്ന് യാത്രയൊക്കെ ആസ്വദിച്ച് പോവുകയാണ്. ഇനി അധികം ഒന്നുമില്ല കുറ്റിപ്പുറം എത്താൻ. ആകെ കൂടിയാൽ ഒരു 3 സ്റ്റോപ്പും കൂടി. അങ്ങനെ കുറ്റിപ്പുറം എത്തി പാർക്ക് ചെയ്ത വണ്ടി എടുത്ത് ഞാൻ നേരെ വീട്ടിലേക്ക് വിട്ടു. ഇനി ഒരു തിരിച്ചുപോക്ക് ഉണ്ടോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. അത്രയൊക്കെ ഉള്ളൂ. ബൈ.